ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ സദ്യക്കൊക്കെ നമുക്കിത് പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റമാണ്. അതിനായിട്ട് മത്തങ്ങ 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവും തൊലിയും കളഞ്ഞിട്ട് നമുക്ക് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1.5 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. മത്തങ്ങയൊക്കെ ഇതേപോലെ സ്ക്വയർ പീസാക്കിയിട്ടുണ്ട്. ഇനി പയറൊക്കെ കഴുകി വൃത്തിയാക്കി അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഈ പയർ നല്ല വേവുണ്ട്, സോക്ക് ചെയ്തിട്ട് എടുത്താൽ വളരെ നല്ലതായിരിക്കും. അതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആ പയറിന് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ഇളക്കി കുക്കറിൽ, അതായത് ഓരോ പയറിൻ്റെ അനുസരിച്ച് വേവ് അനുസരിച്ച് കുക്കറിൽ വിസിൽ കൊടുത്തെടുക്കാം. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഒരു മൺചട്ടിയിലേക്കിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അല്പം വെള്ളവും ഇതെല്ലാം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. മത്തങ്ങയുടെ കൂടെ അതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണമാണ് ഇട്ടേക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് തിരികിയ തേങ്ങ, അതിനോടൊപ്പം തന്നെ 5 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകവും, പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. ഒരുപാട് അരയരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് ഒരു പരുവത്തിൽ വേണം എരിശ്ശേരിക്ക് എടുക്കാനായിട്ട്. ഏകദേശം ഇതുപോലെയാണ് എടുക്കേണ്ടത്. ഈ പരുവത്തിൽ വേണം എടുക്കാൻ. അപ്പം നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച പയറൊക്കെ വെന്തിട്ടുണ്ട്, മത്തങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം വെന്ത മത്തങ്ങയിലേക്ക് ആ പയർ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി തുറന്നിട്ട് ഞാൻ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇനി 1 കപ്പ് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. അത് ഒരു പാനിലിട്ട് വറുത്തെടുക്കണം. ഈ വറുത്തത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർക്കാനാണ്. വേറെ ഇതിലേക്കൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തതിന് ശേഷം നമ്മൾ എരിശ്ശേരിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് അതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് താളിക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകുമിട്ട് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഉണക്കമുളക് എടുക്കണം. ഉണക്കമുളക് എരിശ്ശേരിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നമ്പർ എടുത്തിട്ടുണ്ട്. അതെടുത്ത് അതും ഇട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തയ്യാറായിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ആദ്യം വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയെല്ലാം ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ താളിച്ച കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സദ്യക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.